ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഫസ്റ്റ് ക്ലാസ്സിൽ അരേ എന്താണെന്ന് പഠിച്ചു. ദെൻ അരേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ അരേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അരേ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് മെമ്മറി അലോക്കേഷൻ ഫോർ അരേസ് എങ്ങനെയാണെന്ന് നോക്കാം. അരേക്ക് എങ്ങനെയാണ്, എത്ര ബൈറ്റ്സ് ആണ് എടുക്കുന്നത്, അരേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്ര ബൈറ്റ്സ് എടുക്കുക, എങ്ങനെ ആ ബൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പം ഒരു അരയ്ക്ക് എത്ര മെമ്മറി ആവശ്യമാണ്, നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എത്ര ബൈറ്റ്സ് വേണം ഒരു അരയെ സ്റ്റോർ ചെയ്യാനായിട്ട്, ഒരു അരയെ ഹോൾഡ് ചെയ്യാനായിട്ട് എത്ര ബൈറ്റ്സ് വേണം, നമുക്കത് നോക്കാം. അപ്പം എത്ര ബൈറ്റ്സ് വേണം, ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അരേ. അരയുടെ ടൈപ്പിൻ്റെ സൈസ് എന്നുവെച്ചാൽ അരേ ഏത് ഡേറ്റ ടൈപ്പാണോ അതിൻ്റെ സൈസിനെ അരയുടെ സൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അരേ ഏത് ഡേറ്റ ടൈപ്പാണോ, അരേ ഇൻ്റാണോ അതോ ഫ്ലോട്ടാണോ അതോ ക്യാറാണോ, അരേ ഏത് ടൈപ്പാണോ അതിൻ്റെ സൈസിനെ അരയുടെ സൈസ് എത്ര, 10 ആണോ 15 ആണോ 100 ആണോ, ആ സൈസ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇവിടെ ഇൻറ്റ് നം ഓഫ് 5, ഇൻറ്റ് നം ഓഫ് 5. ഇവിടെ അരേ ടൈപ്പ് ഏതാണ്, ഇൻറ്റ്. അപ്പം അരയുടെ ടൈപ്പ് ഇൻറ്റ്. ദെൻ അരയുടെ സൈസ് എത്രയാണ്, 5. അരയുടെ സൈസ് എത്രയാണ്, 5. ഓക്കെ, ഇൻ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അരേ ടൈപ്പ് ഇൻ്റാണെന്ന് പറഞ്ഞില്ലേ. ഇൻറ്റിൻ്റെ സൈസ് എത്രയാണ്, സൈസ് ഓഫ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അത് ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് കണ്ടുപിടിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റ് എത്ര ബൈറ്റാണ്, ഇൻറ്റ് 4 ബൈറ്റ്. അരയുടെ സൈസ് എത്രയാണ്, 5. അപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ് 4 ബൈറ്റ്സും അരയുടെ സൈസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ ടോട്ടൽ ബൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അരേ. ഫസ്റ്റ് സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റിൻ്റെ സൈസ് എത്രയാണ്, 4 ഇൻറ്റു സൈസ് ഓഫ് അരേ ഇവിടെ എത്രയാണ്, 5. അപ്പോൾ 4 × 5 20 ബൈറ്റ്സ്. ഓക്കെ, നമ്മൾ +1 ഡേറ്റ ടൈപ്പും അതിൻ്റെ സൈസും പഠിച്ചിട്ടുണ്ട്. ഇൻറ്റ് എന്ന് വെച്ചാൽ 4 ബൈറ്റാണ്, ക്യാർ എന്ന് വെച്ചാൽ 1 ബൈറ്റാണ്, ഫ്ലോട്ട് എന്ന് വെച്ചാൽ 4 ബൈറ്റാണ്, ഡബിൾ ആണെങ്കിൽ 8 ബൈറ്റാണ്. നമ്മളിത് +1 പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് +2. അപ്പോൾ എങ്ങനെ നമ്മൾ ടോട്ടൽ ബൈറ്റ്സ് കണ്ടുപിടിക്കും, അരേ ടൈപ്പിൻ്റെ സൈസിനെ അരയുടെ സൈസ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അരേ ടൈപ്പിൻ്റെ സൈസിനെ അരയുടെ സൈസ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫ്ലോട്ട് AVG ഓഫ് 10. ഹിയർ അരേ ടൈപ്പ് ഏതാണ്, ഫ്ലോട്ട് അല്ലേ, അരേ ടൈപ്പ് ഏതാണ്, ഫ്ലോട്ട്. ദെൻ സൈസ് ഓഫ് ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയാണ്, 4 ബൈറ്റ്. ദെൻ സൈസ് ഓഫ് അരേ AVGയുടെ സൈസ് എത്രയാണ്, 10. അപ്പോൾ സൈസ് ഓഫ് ഫ്ലോട്ട് 4 ബൈറ്റ്, ദെൻ സൈസ് ഓഫ് അരേ 10. ദെൻ ടോട്ടൽ ബൈറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അരേ. സൈസ് ഓഫ് അരേ ടൈപ്പ്, സൈസ് ഓഫ് ഫ്ലോട്ടിൻ്റെ സൈസ് എത്രയാണ്, 4 ഇൻറ്റു സൈസ് ഓഫ് അരേ എത്രയാണ്, 10. ദെൻ ആൻസർ ഈസ് ഈക്വൽ ടു 40 ബൈറ്റ്സ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ എന്താ പഠിച്ചത്, മെമ്മറി അലോക്കേഷൻ ഫോർ അരേസ്. നമ്മൾ അരേക്ക് എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യും, അരേ ഹോൾഡ് ചെയ്യാൻ എത്ര ബൈറ്റ്സ് വേണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് അരേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അരേ. അരയുടെ ഡേറ്റ ടൈപ്പിൻ്റെ സൈസിനെ അരയുടെ സൈസ് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അരേ സ്റ്റോർ ചെയ്യാൻ എത്ര മെമ്മറി ആവശ്യമാണെന്ന് നമുക്ക് കിട്ടും. താങ്ക് യു.